ഞാൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. അന്ന് 2-3 പീസായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരുമിച്ച് ശമ്പളം കൊടുക്കണം, 1-ാം തീയതി ശമ്പളം കൊടുക്കണം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെങ്കിലും കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ഒരു ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഭരണപക്ഷ പ്രതിപക്ഷമില്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് KSRTC ജീവനക്കാരെന്ന് പറയുന്ന KSRTC എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. പലരും പറയും പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുമ്പോൾ അതെല്ലാം പറയുന്നത് എന്താ, ശമ്പളം കൊടുക്കുന്നില്ല. ആ പ്രശ്നം തീർന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള എല്ലാ നടപടിയും റെഡിയായി വരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, KSRTCയിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും എല്ലാം സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അകമഴിഞ്ഞ നിലയിൽ ധനകാര്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ അനുകൂലത്തോടെ ജീവനക്കാർക്ക് ആ കാര്യങ്ങളിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യമന്ത്രി വളരെ നല്ല നിലയിൽ KSRTC സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. നമ്മളിനി കൃത്യമായി ശമ്പളം കൊടുക്കും. ഇതാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി 100 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുകയാണ്. അത് ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. എടുത്തതിൽ നിന്നും ഈ 80 കോടി രൂപ ശമ്പളം വരുന്ന പൈസ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 21 അതൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞത്. 20 സുതാര്യമായ ഒരു ടെക്നിക്കാണ്. കാരണം 10-ാം തീയതി 11-ാം തീയതി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. 10-ാം തീയതി 11-ാം തീയതി KSRTC തരാനുള്ള പൈസ സർക്കാർ നൽകണം, ഖജനാവിൽ നൽകണം എന്നാണ് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. 11-ാം തീയതിയും 20-ാം തീയതി 2 ഗഡുക്കളായി 50 കോടി രൂപ വരും. അപ്പോൾ 80 കോടി എടുക്കുന്നതിൽ 50 കോടി ആ ദിവസങ്ങൾ വരും സർക്കാരിൽ. അതുകൂടാതെ KSRTC ദൈനംദിന വരുമാനം ഈ മാസം വളരെ കുറവാണ്. 6 കോടി 40 ലക്ഷം രൂപയ്ക്ക് വരുന്നുള്ളൂ. കാരണം 9 കോടി വരെ പോയതാണ്. പക്ഷേ നമുക്ക് ചിലവ് കട്ടിയാണ് ഭയങ്കരമായിട്ട് നമ്മൾ. കാരണം മാർച്ച് മാസം പരീക്ഷാ മാസമാണ്. ഈ മാസം ചൂടാണ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങുന്ന കുറവാണ്. പരീക്ഷാ മാസങ്ങളായതുകൊണ്ട് രക്ഷകർത്താക്കൾ യാത്ര കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വരുമാനത്തിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും കിട്ടുന്ന പണം അതിൽ 1,19 ലക്ഷം രൂപ KSRTC മുൻകാലങ്ങളെടുത്ത കടത്തിൻ്റെ ഭാഗമായി കൺസോർഷ്യത്തിൽ നിന്ന് അടയ്ക്കണം. ഡെയിലി 1,19 ലക്ഷം രൂപയാണ്. അത് 1 കോടി 5 ലക്ഷമായിരുന്നു, 6 ലക്ഷമായിരുന്നു. അതിപ്പോൾ 19 ആക്കിയിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു എഗ്രിമെൻ്റ് അങ്ങനെയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന പണം മുഴുവൻ ഈ അക്കൗണ്ടിലേക്ക് ഇടും. അവിടെ നിന്നായിരിക്കും KSRTC മറ്റ് ചിലവുകൾക്ക്, ഇപ്പോൾ സ്പെയർ പാർട്സ്, ഓയിൽ, ഇതിനെല്ലാം പണം എടുക്കുന്നത് അതിൽ നിന്നായിരിക്കും. അത് ഫൈനാൻസ് ഓഫീസർ മിസ്റ്റർ ഷാജി അത് കൃത്യമായി അത് മാനേജ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. ഇതൊരു എസ്ക്രോ അക്കൗണ്ടല്ല. എസ്ക്രോ അക്കൗണ്ട് കൊടുക്കുന്ന വെച്ചാൽ ഇതിലേക്ക് പൈസ വരാം. എസ്ക്രോ അക്കൗണ്ടല്ല, ഇത് ഒരു ഓവർ ഡ്രാഫ്റ്റാണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് ഒരു 10-20 ദിവസം കൊണ്ട് നമ്മൾ നികത്തി കൊണ്ടുവന്നു കഴിയുമ്പോൾ അടുത്ത 1-ാം തീയതി ആകുമ്പോൾ വീണ്ടും ഇതേ ഓവർ ഡ്രാഫ്റ്റ് ഉപയോഗിക്കും. അതെ, ഇന്ധന അക്കൗണ്ടല്ല, ഈ പൈസ എല്ലാം ഒരു അക്കൗണ്ടിൽ വരും. ഇനി മറ്റ് ബാങ്കുകൾ KSRTCക്ക് 148 അക്കൗണ്ട് ഉണ്ടായിരുന്നു പല ബാങ്കുകളിലായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു. അതൊന്നും ഇനി ഉണ്ടാവില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരൊറ്റ അക്കൗണ്ടായിരിക്കും. ആ അക്കൗണ്ടിലേക്കായിരിക്കും KSRTC കിട്ടുന്ന കട വാടകയ്ക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ വരുമാനവും, ഏത് വരുമാനം കിട്ടിയാലും ഇതിലേക്ക് തന്നെ വരും. ഇതിലേക്ക് വരുമ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ പലിശ കുറച്ച് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. മാക്സിമം ഓവർ ഡ്രാഫ്റ്റ് കുറച്ച് നിർത്തുക എന്നുള്ളതാണ് CMDയുടെയും ഫൈനാൻസ് ഓഫീസറുടെയും ചുമതല. ഇത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇനി മുതൽ ഒരു പൈസ പോലും KSRTC കയ്യിൽ വയ്ക്കുന്നില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വൈകിട്ട് 3:30 മണിക്ക് ബാങ്കിൽ പണം അടയ്ക്കും. അതുവരെയുള്ള കളക്ഷൻ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10:30 മണിക്ക് അടയ്ക്കും. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് കയ്യിലിരിക്കുന്ന പണം മുഴുവൻ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി വാടക എല്ലാം വാങ്ങുന്നത് ഓൺലൈനായിരിക്കും. വാടക എല്ലാം ഓൺലൈനായിട്ട് വാങ്ങി ആ നിമിഷം തന്നെ അക്കൗണ്ടിലേക്ക് വരും. അതെല്ലാം പരമാവധി നേരത്തെ തന്നെ ക്ലോസ് ചെയ്തു. ഈ അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഈ 158 അക്കൗണ്ട് ഉണ്ടെന്ന് CITU യൂണിയൻകാർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ കണ്ടു പല ബാങ്കിലും ഒരു ഡെഡായിട്ട് അക്കൗണ്ട് കിടപ്പുണ്ട് വെറുതെ ഇങ്ങനെ. അതെല്ലാം ക്ലോസ് ചെയ്യണം, മാക്സിമം ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏതാണ്ട് എത്ര അക്കൗണ്ട്, ഇനി 31 അക്കൗണ്ടേ ബാക്കിയുള്ളൂ. അതും കൂടി എല്ലാം സ്റ്റേറ്റ് ബാങ്കിലേക്ക് ആക്കും. അല്ല, എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് വേറെയാണ്. എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പണം ഒരു പ്രത്യേക അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ബാങ്കിലേക്ക് വരുന്ന സിസ്റ്റമാണ്. അത് നിലവിലുണ്ട്. ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ കൺസോർഷ്യത്തെ ലീഡ് ചെയ്യുന്നത്. ഈ ബാങ്കുകളുടെ കൺസോർഷ്യത്തെ ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക്. അപ്പോൾ അവരുടെ ഒരു അക്കൗണ്ടിലേക്കാണ് ഡിപ്പോകളിൽ നിന്നും എസ്ക്രോ അക്കൗണ്ടിലേക്ക് പൈസ വരും. സ്റ്റേറ്റ് ബാങ്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പിന്നെ 10 ഡിപ്പോകളിലെ പൈസ മാത്രം നമ്മൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ പെൻഷൻ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്.
അല്ലാണ്ട് ഓവർ ഡ്രാഫ്റ്റ് എല്ലാ മാസവും ഓവർ ഡ്രാഫ്റ്റ് കവർ ചെയ്ത് തന്നെ പോകും. കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 100 കോടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റൊരു അക്കൗണ്ട്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ മാറും. അപ്പോൾ നമുക്ക് പലിശ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? അങ്ങോട്ട് പലിശ കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് പൈസ വരും. പലിശയുണ്ട്, പിന്നെ പലിശയുണ്ട്. KSRTCക്ക് ഇതിനകത്ത് ചിലവുണ്ട്. ഈ സംവിധാനം ചെയ്യുമ്പോൾ KSRTCക്ക് ചിലവുണ്ട്. എങ്കിലും ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കിട്ടണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ KSRTCക്ക് അധിക ചിലവുണ്ട്. ആ അധിക ചിലവ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് ചെയ്യുന്നത്.